ഒരു ലോ ബഡ്ജറ്റ് വീടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആട്ടുകട്ടിലാണിത്. ഏറ്റവും ലോ ബഡ്ജറ്റായി ചെയ്തിട്ടുള്ള ആട്ടുകട്ടിലാണ്. നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചിട്ടാണ്. നമുക്കൊക്കെ വീട് പണിയുമ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. വീടിൻ്റെ അകത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ പലർക്കും പലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ വീട് പണിതപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരാഗ്രഹത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു, വീടിനകത്ത് എവിടെയെങ്കിലും ഒരു ആട്ടുകട്ടിൽ വേണമെന്ന്. ആട്ടുകട്ടിൽ എന്നറിയാമല്ലോ, നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ആടിനെ ചങ്ങല തൂക്കിയിട്ട് സീലിന് തൂക്കിയിട്ട് നമ്മൾ ഒരു പല കെട്ടിട്ട് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ആടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആട്ടുകട്ടിൽ. അപ്പോൾ അത് ഭംഗിയാണ്, നമുക്ക് നല്ല ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീടിൻ്റെ അകത്ത് അങ്ങനെ സംഭവം ഉണ്ടാകാനാൽ. അപ്പോൾ ഞങ്ങൾ വീട് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ആലോചിച്ചത് എവിടെ വേണമെന്ന്. അപ്പോൾ നമുക്ക് താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിലൊരു ഹാളൊക്കെ ഉണ്ട്. സാധാരണ അവിടെയൊക്കെയാണ് എല്ലാവരും അത് സെറ്റ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഭാഗത്തൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ ഞങ്ങൾക്കൊരു സൗകര്യം കിട്ടിയില്ല. കാരണം അത് അവിടെ വെക്കുകയാണെങ്കിൽ വേറെ കുറേ ബുദ്ധിമുട്ടുകൾ തോന്നി. അപ്പോൾ അവിടെ വെക്കാൻ ഏതായാലും കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ നമുക്കൊരു മുകളിൽ ബാൽക്കണി ഉണ്ട്, ചെറിയ ബാൽക്കണി ഉണ്ട്. ഒരു 360 മീറ്റർ നീളം, ഒരു 1.5 മീറ്റർ വീതിയുള്ള ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ അവിടെ വെക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ സ്ലാബൊക്കെ വാർത്തപ്പോൾ അതിൻ്റെ ഒരു നീളമൊക്കെ നോക്കിയിട്ട് അതിനൊരു ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹുക്കൊക്കെ വാങ്ങി അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഞാനത് ഏകദേശം അതിൻ്റെ ഒരു പരിപൂർണ്ണത എത്തിയിട്ടുണ്ട്. കാരണം പരിപൂർണ്ണത എത്തി പറഞ്ഞാൽ അത് ആട്ടുകട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ചിലവ് ചുരുക്കി ഉണ്ടാക്കിയൊരു ആട്ടുകട്ടിലാട്ടോ. അപ്പോൾ നമ്മളെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് വീടാണ്, മണ്ണിൻ്റെ ഇൻ്റർലോക്ക് കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ ലോ ബഡ്ജറ്റ് വീടിനെ കുറിച്ച് അറിയാനും മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ചാനലിലുണ്ട്. കാരണം എൻ്റെ അനുഭവങ്ങളും ഞങ്ങൾ വീട് പണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. മാത്രമല്ല എൻ്റെ വീട് പണി വളരെ ചിലവ് ചുരുക്കി ഉണ്ടാക്കുന്ന സംഭവമാണ്. ചിലവ് ചുരുക്കുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറച്ചിട്ടല്ല ചിലവ് ചുരുക്കുന്നത്, നിർമ്മാണ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചിലവ് ചുരുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. നിങ്ങളൊന്ന് കാണുക. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാ ഫർണിച്ചറും GP പൈപ്പ് കൊണ്ട് ഞാൻ തന്നെ വെൽഡ് ചെയ്തുണ്ടാക്കുകയാണ്. ഞാനൊരു വെൽഡറൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആട്ടുകട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ചെലവ് ചുരുക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കും വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. വീടിനകത്ത് അങ്ങനെ ഒരു ആട്ടുകട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിശ്രമ സമയം കുറച്ചൊക്കെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഒന്ന് വിശ്രമിക്കാനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളത് വേണം നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതുണ്ടാക്കിയ രീതിയെക്കുറിച്ചിട്ടും അതിൻ്റെ ചെലവിനെക്കുറിച്ചും ഞാൻ പറഞ്ഞുതരാം. സാധാരണ ആട്ടുകട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മരം കൊണ്ടായിരിക്കും. നമ്മൾ മരം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു ഭയങ്കര ചിലവ് വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ പൊതുവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. GP പൈപ്പ് കൊണ്ടാണ് പല കാര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ മുൻ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പല കാര്യം കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഡൈനിങ് ടേബിള്, ഡൈനിങ് ചെയർ, കോർണർ സോഫ, ടീപ്പോയി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഈ ഈ ആട്ടുകട്ടിലുണ്ടാക്കിയിട്ടുള്ളത് GP പൈപ്പ് കൊണ്ട് തന്നെയാണ്. ആ GP പൈപ്പ് നമ്മൾ അതിനായിട്ട് GP പൈപ്പ് വാങ്ങിയല്ല, നമ്മൾ ട്രസ് വർക്കിൽ ബാക്കി വന്ന വേസ്റ്റ് വന്ന GP പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇതിൻ്റെ ചിലവ് ചുരുക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിലവ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ ആ ആട്ടുകട്ടിലാണ്. നമ്മളിപ്പോൾ തൂക്കിയിട്ടുണ്ട്, അത് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഏതായാലും താൽക്കാലികമായിട്ട് നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പണി പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ തൂക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പണിയൊക്കെ നമ്മൾ ഫുൾ ടൈം പണിയിലായിരിക്കുമല്ലോ, ഇതിൻ്റെ വീട് പണിയിലായിരിക്കുമല്ലോ നമ്മളൊക്കെ. ഞാനൊക്കെ എപ്പോഴും ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് പണിയിലായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇപ്പോൾ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് നമ്മളെ ബാൽക്കണിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമ്മളെ ബാൽക്കണി. മുകളിൽ ചെറിയ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഹുക്ക് കണ്ടല്ലോ, നമ്മൾ ആട്ടുകട്ടിലവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ മുൻവശമാണിത്. മുൻപിൽ റോഡൊക്കെ പോകുന്നുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ.
ഇതാണ് നമ്മളെ വീടിൻ്റെ മുൻവശം. റോഡാണ്, മുന്നിൽ കാണുന്ന റോഡാണ്. ഇത് സെറ്റപ്പാക്കാൻ വേണ്ടി നമ്മളിത് ആദ്യം നമ്മൾ മുൻകൂട്ടി ഇതിൻ്റെ സീലിങ്ങിലൊക്കെ നമ്മൾ ലൈറ്റൊക്കെ ഫിറ്റാക്കിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളുണ്ട്, വാൾ ലൈറ്റുകളുണ്ട്, ഫിറ്റാക്കാണ്ട്, മുന്നിൽ ലൈറ്റുകളുണ്ട്, കുറേ അധികം ലൈറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് തോന്നുന്നു എനിക്ക്. കാരണം അതാണ് ഈ ഭാഗത്ത് ഞങ്ങൾ ഇത് തൂക്കാൻ കാരണം. ഇനി നമ്മത് ഉണ്ടാക്കിയ രീതിയെക്കുറിച്ച് കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ ആട്ടുകട്ടിൽ. നമുക്കിത് ഞാൻ പറഞ്ഞത് ഇതിന് മുകളിൽ ഉണ്ടാക്കിയത് ഞാൻ ഒരു താൽക്കാലികമായി ഉണ്ടാക്കിയതാണ്. ഇത് മരം കൊണ്ടുണ്ടാക്കിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട നമ്മൾ ഈ ഇരിക്കാനുള്ള ഭാഗമാണ്. ബാക്കിയൊക്കെ റെഡിമെയ്ഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത് തൂക്കിയിടാനുള്ള ചങ്ങല. ഇത് ചങ്ങലയായിട്ടും കിട്ടും, ഇങ്ങനെ ഓരോ കുളത്തായിട്ടും കിട്ടും. നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ 10 ഇഞ്ച് അതിൻ്റെ നീളം വരിക. ഇത് നമുക്ക് ഹൈറ്റിനനുസരിച്ച് നമുക്കിത് എണ്ണത്തിൽ വാങ്ങാൻ പറ്റും. നമുക്ക് ഇവിടെ വേണ്ടി വന്നിട്ട് 28, അതായത് ഇങ്ങനത്തെ ഒരു ലെങ്ത്ത് കാരണം ഇത് നമ്മൾ സീലിംഗ് അധികം ഹൈറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി വന്നത് 7 ഇങ്ങനത്തെ ഹുക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്, ഇങ്ങനത്തെ സംഭവം. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 വേണ്ടല്ലോ. അപ്പോൾ 4 28 ഇങ്ങനത്തെ ഹുക്കുകൾ വേണ്ടി വന്നു. പിന്നെ മുകളിലൊരു ഹുക്ക്, 2 ഹുക്ക് വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് പറഞ്ഞാൽ SS-ൻ്റെ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള SS-ൻ്റെ റേറ്റ് പറഞ്ഞാൽ 90 രൂപയാണ് നമ്മുടെ നാട്ടിൽ. പല നാട്ടിലും പല റേറ്റ് ആയിരിക്കും. ഇവിടെ 90 രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ ചങ്ങലയ്ക്ക് ഇതിന് വേണ്ടി മാത്രം വന്നിട്ടുള്ളത് നമുക്കൊരു 2520 രൂപ വന്നിട്ടുണ്ട്. 2520 രൂപ, അതാണ് നമുക്കൊരു ചിലവ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചിലവ് വന്നു പറഞ്ഞാൽ ഇത് തൂക്കാനുള്ള ഈ സംഭവമാണ്. നമുക്കിതിന് പിടിപ്പിക്കാൻ പറ്റും. നിങ്ങൾ എല്ലായിടത്തും കണ്ടായിരിക്കുക ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് തൂക്കിയിട്ടുണ്ടാകുക. അപ്പോൾ നമുക്കത് കുറച്ച് അവിടെ മുഴുവൻ തൂക്കുമ്പോൾ കുറച്ചും കൂടിയും പിന്നെ സ്പേസ് കുറയും, നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് കുറയും. നമുക്കിവിടെ ഇതിൻ്റെ ഒരു നീളം, ആദ്യം നീളം പറയാം. നീളം ഇതിന് 1.30 നീളം അതിനുള്ളത് കേട്ടോ. നമ്മൾ ജനവാലിൻ്റെ നീളമാണ് 1.50. അപ്പോൾ ആ ജനവാലിൻ്റെ അകത്ത് ഉൾക്കൊള്ളത്തക്ക വിധത്തിലാണ് നമ്മൾ ഇതിൻ്റെ നീളം സെറ്റ് ചെയ്തിട്ടുള്ളത്. 1.30 1.35 വരുന്നുണ്ട് നീളം. അപ്പോൾ നമുക്ക് ഞങ്ങളൊരു 4 അംഗമുള്ള ഫാമിലിയാണ്, ഞാൻ, വൈഫ്, 2 മക്കൾ. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടി അത്ര ലെങ്ത്തിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ വീതി പറഞ്ഞാൽ 50 സെൻറ്റിമീറ്ററായി വീതി എടുത്തിട്ടുള്ളത്. നമുക്ക് വലിയ വീതി എടുക്കാൻ കഴിയില്ല, കാരണം ഇത് ബാക്കിൽ ജനവാതിലുണ്ട്. നമ്മൾ ആടുമ്പോൾ അങ്ങോട്ട് ബാക്കിൽ നല്ല ബാക്ക് സ്പീഡിലൊക്കെ ആടുകയാണെങ്കിൽ ആ ബാക്ക് പോയി മുട്ടും. അപ്പോൾ നമ്മളിവിടെ ഒരു ബുഷ് ഇത് വെക്കുന്നത്, നമ്മൾ ഡോറിനൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ പോകുമ്പോൾ അങ്ങോട്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രിങ് ആക്ഷനുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഫിറ്റാകും. അങ്ങനെ അറിയാതൊക്കെ ആടുകയാണെങ്കിൽ മുട്ടുമ്പോൾ അവിടെ അധികം ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ടില്ല, അപ്പോൾ ചെയ്തിട്ടില്ല, ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് വേണ്ടത് ഈ സാധനമാണ്. ഈ സാധനത്തിൻ്റെ പിന്നെ ഹുക്കുകൾ ഞാൻ പറഞ്ഞത് ഇവിടെ സാധാരണ നമ്മൾ ഇവിടെ മുകളിലാണിത് നിങ്ങൾ കണ്ടിട്ടായിരിക്കുക. അപ്പോൾ ഇവിടെ സൈഡിൽ വെക്കാൻ കാരണം നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടി നമുക്ക് ഫുൾ സ്പേസ് നമുക്ക് ഇരിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ പിന്നെ 650 രൂപയാണ്. 4 എണ്ണത്തിനുണ്ട്. 4 സെറ്റ് ഇവിടെയും വരും, ആ 2 അകറ്റത്തും വരും. അപ്പോൾ ഇത് പല ഡിസൈനിൽ വാങ്ങാൻ കിട്ടും. നമ്മളെ ഇതിനെക്കാട്ടും നല്ല ഡിസൈനിലുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ നമ്മളെ കടയിൽ അന്വേഷിച്ചു, അപ്പോൾ അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നല്ല ഭംഗിയിലുണ്ടായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. അതിന് 850 രൂപയായിരുന്നു. അത് കിട്ടിയില്ല, കാരണം കുറേ ദിവസം വെയിറ്റ് ചെയ്തു, എന്നിട്ടും നമുക്ക് കിട്ടിയില്ല. പിന്നെ അവസാനം നമ്മൾ ഇതന്നെ സെലക്ട് ചെയ്തു. അതിന് മുന്നേ നമ്മൾ നമ്മൾ റോഡ് സൈഡ് ആട്ടെ, അതാണ് നമ്മൾ വണ്ടീൻ്റെ സൗണ്ട് തന്നെ കേൾക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിത് ഓൺലൈനിൽ ഇത് വാങ്ങാൻ കിട്ടും. ഇതൊക്കെ ഓൺലൈനിൽ കിട്ടും. പക്ഷേ ഓൺലൈനിൽ വാങ്ങിയപ്പോൾ ഞാൻ ഈ സാധനം ഇവിടെ ഫിറ്റാക്കണ ഈ സാധനം ഇത് നമ്മൾ ഇവിടുന്ന് ഉള്ളിക്ക് തുളച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നെറ്റിട്ട് മുറുക്കുന്നതാണ്. അപ്പോൾ അത് ഓൺലൈനിൽ ഞാൻ 2 പ്രാവശ്യം ഓർഡർ ചെയ്തു. അതിന് വളരെ കുറഞ്ഞ റേറ്റുള്ളൂ, 320 അത്ര റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 വട്ടം ഓർഡർ ചെയ്തപ്പോഴും വന്നതൊക്കെ ക്വാളിറ്റി കുറഞ്ഞായിരുന്നു, അത് തുരുമ്പൊക്കെ വന്നതായിരുന്നു. പക്ഷേ 2 റിട്ടേൺ ചെയ്തു. പിന്നെ നാട്ടിൽ നിന്ന് തന്നെ ഇതും SS ഉണ്ടാക്കിയ റിങ്ങും അതിൻ്റെ ഈ പ്ലേറ്റൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയത്. ഇതിൻ്റെ 650 രൂപയാണ്. അപ്പോൾ നമുക്ക് മൊത്തം വന്നിട്ടുള്ളത് 3170 രൂപയാണ് നമുക്ക് ഈ റെഡിമെയ്ഡ് സാധനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ മോളുണ്ടാക്കിയതാണ്. പിന്നെ നമ്മളിത് എടുത്തു നോക്കാം. ഇതൊന്ന് മാറ്റിക്കാം, നമുക്ക് തൽക്കാലം മാറ്റിക്കാം. ഇതാണ് നമ്മളെ സെറ്റപ്പ്. ഇത് നമ്മളെ പറഞ്ഞല്ലോ, നമ്മളെ ട്രസ് വർക്ക് ചെയ്തപ്പോൾ ബാക്കിയുള്ള ഒരു പൈപ്പാണ്.
ഇതൊക്കെ അങ്ങനെ പർലിങ്ങിനൊക്കെ വന്ന പൈപ്പുകളാണ്, അതും ഉണ്ടാക്കിയാണ്, വെൽഡ് ഉണ്ടാക്കിയാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത് വെൽഡ് ചെയ്ത് ഞാൻ തന്നെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചാണ്. ഇതിനൊക്കെ അധികം ചിലവ് വന്നിട്ടില്ല, കാരണം അതൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാക്കിയാണ്. നമുക്ക് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഒറ്റ ലെങ്ത്ത് പൈപ്പ് മതി. കാരണം ഇത് 1.30, 1.30, 2.60. പിന്നെ കാരണം ഒരു ലെങ്ത്ത് പൈപ്പ് പറഞ്ഞാൽ 6 മീറ്ററാണ്. അപ്പോൾ 6 മീറ്റർ ഒന്നും ഇതിന് വേണ്ട, ഒറ്റ ലെങ്ത്ത് പൈപ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മുന്നേ വീഡിയോയൊക്കെ പറഞ്ഞിട്ട് വെൽഡിംഗ് ഒന്ന് പഠിക്കുക, ഒരു വെൽഡിംഗ് സൈറ്റ് വാങ്ങുക, പഠിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് ചിലവ് വന്നിട്ട്, ഇത് ചിലവ് പറഞ്ഞാൽ അത് നമ്മൾ അന്ന് പണ്ട് വാങ്ങിയ കൊടുത്ത് പെട്ട ചിലവാണ്. വേസ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കതിനധികം ഇതിന് ചിലവില്ല. ഇതിൻ്റെ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ള ഹുക്കും ആ കാര്യങ്ങൾ ചിലവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ലോ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന ആട്ടുകട്ടിൽ. ഒരു 3170 പ്ലസ് ഒരു 1500 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു ലെങ്ത് പൈപ്പ് കിട്ടും. ഒരു 4000, 5000 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു ആട്ടുകട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിതിന് മുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലൈവുഡിൽ കുഷി അടിച്ചിട്ടാണ് നമ്മൾ വെക്കുക. അത് നമ്മൾ അവസാനം കാണിക്കും. കാരണം കുറേ കുഷി നമുക്ക് അടിക്കാണ്ട്, നമ്മുടെ കോർണർ സോഫയ്ക്ക് ഉണ്ട്, നമ്മുടെ ഡൈനിങ് ചെയറുകൾക്ക് കുഷി അടിക്കാണ്ട്, കുറേ സ്റ്റൂളുകൾ ഉണ്ടാക്കി ഞാൻ കുഷി അടിക്കാണ്ട്, അപ്പോൾ ഇതൊക്കെ ചെയ്യാണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇത് നമ്മൾ സൈഡിലാണ് ഇത് കൊടുത്തുള്ളത്. സൈഡിൽ നമ്മൾ പിന്നെ ഇത് GP പൈപ്പാട്ടോ, GP പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ ഹോൾ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഇതിനൊരു നീളത്തിലുള്ള ഒരു 10 ഇഞ്ചോളം നീളത്തിലുള്ളൊരു റാഡ് വരുന്നുണ്ട്. അത് ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഇവിടെ നെറ്റ് ചെയ്താണ് മുറുക്കിയതാണ് ഇത് നമ്മൾ സൈഡിലാണ് കൊടുത്തുള്ളത്. പക്ഷേ നിങ്ങൾ മരം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇതിന് വെയിറ്റ് ഒരു 4 ആൾക്കാരൊക്കെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഈ മരം പൊട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അല്ല ഇതിന് മുകളിൽ നിന്ന് ഈ ഇത് കൊടുക്കുന്നത്, മുകളിൽ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ GP പൈപ്പ് ആയതുകൊണ്ട് സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് 16 ഗേജ് GP പൈപ്പാണ് അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വെയിറ്റ് കൂടിയാലും നമുക്ക് ഇരുന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിക്കുക, മരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇത് കൊടുക്കരുത്, അപ്പോൾ മുകളിൽ തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എവിടെ സൈഡിലൊക്കെ ഇരുന്നാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെ വേണമെങ്കിൽ ഇരിക്കാം, നമുക്ക് കയറി ഇരിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു സൈഡിലായിട്ട് അറ്റത്ത് വേണമെങ്കിൽ ഇരിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. ഇതിന് ഒരു ബാലൻസിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എങ്ങനെ അടിയുണ്ടെങ്കിലും ഇതിൻ്റെ ബാലൻസ് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ 4 പേര് ഇരുന്ന് നോക്കി, അപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. മരം കൊണ്ടാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ മരം കൊണ്ടാക്കാൻ ഭംഗിയായിരിക്കും. പക്ഷേ ഞങ്ങളിത് ഉണ്ടാക്കാൻ കാരണം ഞങ്ങളെ വീടിനൊരു പൊതുവേ ഒരു വൈറ്റ് തീമാണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിച്ചാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മരത്തിൻ്റെ ഒരു കളർ നമ്മളെ വീടിന് മാച്ച് ചെയ്യില്ല. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. വൈറ്റ് ആയിരിക്കും വരിക, കുഷൻ വേറെ നിറത്തിലാണ് വരിക. അത് പൊതുവായിട്ടുള്ള കുഷൻ നിറമുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് ഫൈനലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മളെ വീടിന് ഒരു ലോ ബഡ്ജറ്റ് വീടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആട്ടുകട്ടിലാണിത്. ഏറ്റവും ലോ ബഡ്ജറ്റായി ചെയ്തിട്ടുള്ള ആട്ടുകട്ടിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടി പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.